അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ വേദിയിലെയും സദസ്സിലെയും പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ജാമിയ നദവിയ വുമൺസ് അറബിക് കോളേജിൻ്റെ കോൺവെക്കേഷൻ പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 60 കൊല്ലക്കാലത്തെ നീണ്ട കഥ പറയാനുണ്ട് ജാമിയയുടെ തിരുമുറ്റത്തിന്. 60 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഈ സന്തോഷം പങ്കിടുമ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഇത്രയധികം കുട്ടികൾ അവരുടെ പഠനം പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായി ഇന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുകയാണ്. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 1981-82 കാലഘട്ടത്തിൽ ഇതേപോലെ ഈ ജാമിയയിലെ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ച് ഇവിടുത്തെ തുടങ്ങിയപ്പോൾ 1988-89 കാലഘട്ടത്തിൽ ഇവിടുന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന സമയത്തും നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട NP അബ്ദുൽ ഖാദർ മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ അലി അക്ബർ മൗലവി, പ്രിയപ്പെട്ട അബ്ദുസലാം സുല്ലമി അടക്കമുള്ള കൂട്ടിൽ അബ്ദുള്ള മൗലവി, കുളത്ത് നിന്നുണ്ടായിരുന്ന അബ്ദുള്ള മൗലവി, ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഇംഗ്ലീഷ് അധ്യാപകൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ സന്തോഷത്തിലൊന്നും പങ്കുചേരാൻ നമ്മളുടെ കൂടെയില്ല. തമ്പുരാൻ അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരുടെയൊക്കെ വലിയ സങ്കല്പം എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും വലിയ സങ്കല്പമായിരുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചു എങ്കിലും ഇന്നീ കാണുന്ന തരത്തിലുള്ള ഒരു അറബിക് കോളേജിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് ഇന്നീ കാണുന്ന സുഖ സൗകര്യങ്ങളോടുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു സമുച്ചയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അന്നുള്ള ആളുകളുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, പ്രസംഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രബോധന രംഗത്തേക്ക് പ്രബോധകരായി ഒരു പറ്റം വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ട് നാളെ സമൂഹത്തിനും സമുദായത്തിനും ഉതകുന്ന മക്കളായിട്ട് അവർ വളരട്ടെ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനൊത്ത് ഉയരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അന്നത്തെ വിദ്യാർത്ഥിനികൾ വളരെ സന്തോഷത്തോടുകൂടി അതിനൊപ്പം നിന്നിരുന്നു. എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ കോളേജിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പഠിച്ച നമ്മളുടെ പാഠങ്ങൾ അതൊരു പരീക്ഷ എഴുതി വിജയിക്കുന്നതിനപ്പുറത്തേക്ക്, ആ പരീക്ഷക്കപ്പുറത്തേക്ക്, ഒരു ജോലി നേടുന്നതിനപ്പുറത്തേക്ക് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നാളെ അത് ഈ ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുന്ന തരത്തിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്
നമ്മളേറെ ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളുമൊക്കെ ഈ മുറ്റത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അറിവ് എന്ന് പറയുന്നത് അത് അനന്തമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം, അത് അവസാനിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തൻ്റെ 40-ാമത്തെ വയസ്സിൽ തനിക്ക് നുബുവത്ത് ലഭ്യമാകുമ്പോൾ അല്ലാഹു തആല ആദ്യമായി അവതരിപ്പിച്ച ആയത്തുകളും അതുതന്നെയായിരുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നുള്ളത്. നമസ്കരിക്കാൻ പറയുന്നതിന് മുമ്പ്, നോമ്പനുഷ്ഠിക്കാൻ പറയുന്നതിന് മുമ്പ്, ഹജ്ജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ്, തങ്ങളുടെ വിശ്വാസ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ മുമ്പ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കലിമത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭൂമുഖത്തേക്ക് ഓരോ പ്രവാചകനെയും അയച്ചപ്പോൾ ആ പ്രവാചകന്മാർക്കൊക്കെ ചെന്ന ചുമതല ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് മലക്ക് ജിബ്രീൽ ആദ്യമായി ഓതിക്കൊടുത്തത് വായിക്കുക, പഠിക്കുക എന്നുള്ള ഒരു ആയത്തായിരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്താണ് വായിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോയിട്ടില്ല. പക്ഷേ ആ പാഠശാലയിൽ നിന്ന് ഒരു കുട്ടി ജന്മം കൊള്ളുന്നത് മുതൽ അവൻ്റെ അവസാനം വരെ, അന്ത്യം വരെ ഒരു മനുഷ്യൻ എങ്ങനെയായി തീരണമെന്ന് ഈ ഭൂലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്റെ മാതൃക നമ്മൾക്ക് മുമ്പിലുണ്ട്. ആ മാതൃക മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾക്ക് കഴിയണം. അത്തരത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് കഴിഞ്ഞിരുന്നു. അങ്ങനെ പ്രവാചകന് കഴിഞ്ഞിട്ടും അവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമായിരുന്നു. പരലോകത്തെത്തുന്നതിന് മുമ്പ് ആ പരലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരാലോചിച്ചിരുന്നത്. പ്രബോധന രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കലിമത്ത് നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോൾ അവർ കേൾക്കേണ്ടി വന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ഒരു ഭാഗത്താണെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് അവരൊക്കെ തന്നെ സ്വർഗം ലഭ്യമാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവരുടെ പ്രവർത്തനത്തിന് അവരൊട്ടും മാറ്റുകുറച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ പ്രബോധന വീതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ എന്ത് പറയും, ഞാൻ പറഞ്ഞാൽ അത് അനുസരിക്കുമോ, ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുമോ, ഒരു സമൂഹത്തിൽ ഇന്ന് നമ്മളുടെ സമൂഹത്തിൻ്റെ സ്ഥിതി ഇന്നതൊക്കെയാണ്, അവിടേക്ക് ഞാൻ എങ്ങനെ ചെന്ന് പറയും എന്നുള്ള ആ ഒരു വ്യാകുലതയൊന്നും നമ്മൾക്ക് വേണ്ട. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഏറെ മലീമസമായിരുന്ന ഒരു സമുദായത്തിൻ്റെ ഇടയിലേക്കാണ് പ്രവാചകൻ കടന്നു വന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്, കാലഘട്ടത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ആ മോശമായ ചുറ്റുപാടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ പൂമാലയും പൂമത്തെയും തന്ന് സ്വീകരിക്കുവാനും സൽക്കരിക്കുവാനും ആരും ഉണ്ടാവുകയില്ല. ആ ഒളിയമ്പുകൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് പ്രചരണത്തിന് ചെല്ലുമ്പോൾ, ഈ വിജ്ഞാനം, ലഭ്യമായ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കുവാനും നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നീങ്ങുവാനും നമുക്ക് കഴിയാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ ചുറ്റുപാടിൽ ഞാൻ എങ്ങനെ പ്രബോധനം നടത്തും എന്നുള്ളത്. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ആ ചരിത്രം പാഠമാക്കിക്കൊണ്ട് വഇൻ കാനൂ ലഫീ ളലാലിൻ മുബീൻ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് സൂറത്തു ജുമുഅയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അത്തരത്തിൽ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് അവരെ വിജ്ഞാനം പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി, അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത്. അവരിലുള്ള പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥയാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അത്രയൊന്നും പ്രയാസങ്ങൾ നമ്മൾക്ക് നേരിടേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഒരു സുഖമോ സന്തോഷമോ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചു, ജനിച്ചു കഴിഞ്ഞ് 7 വർഷമാകുമ്പോഴേക്കിനും ഉമ്മ മരിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥ, നുബുവത്ത് ലഭ്യമായപ്പോഴുണ്ടായ അവസ്ഥ, മരിക്കുന്നത് വരെ സന്തോഷവും സുഖവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പ്രബോധന വീതിയിൽ നമ്മൾക്ക് മാതൃകയായിക്കൊണ്ട് ലോകാവസാനം വരെ, ഏത് കാലഘട്ടം വരെ ഈ ലോകമുണ്ടാകുന്നോ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനതക്ക് താക്കീതുകാരനായി അവതരിക്കപ്പെട്ട പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. പക്ഷേ അതിനോടൊപ്പം നിന്നുകൊണ്ട്
ആ പഠിച്ചത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഇൽമ്, നമ്മൾക്ക് കിട്ടിയ അറിവ് അത് ലോകത്തിന് കൂടി പകർന്നു കൊടുക്കാനുള്ളതാണ്. ആർക്കൊക്കെ നമ്മൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുമോ അവർ ഈ അറിവ് വെച്ച് അവരുടെ ജീവിതം ഏത് രൂപത്തിൽ, നല്ല രൂപത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അപ്പോഴൊക്കെ ആ കാര്യങ്ങളിൽ അവർ ജീവിക്കുന്നിടത്തോളം കാലം അത് നമ്മൾക്ക് കൂടി ഖബറിലേക്കുള്ള ഒരു തണലാകുമെന്നുള്ള വ്യക്തമായ ബോധത്തോടു കൂടി, നല്ല അവബോധത്തോടു കൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുക. സർവശക്തനായ രക്ഷിതാവിൻ്റെ തുണ നമ്മൾക്കുണ്ടാകും. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി നമ്മൾ ഇറങ്ങുക. പടച്ചതമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.